നമസ്കാരം, ക്രൈംബ്രാഞ്ചിലേക്ക് സ്വാഗതം. വനം വകുപ്പ് പൊളിച്ച വിവാദ കലുങ്ക് സന്ദർശിക്കാനെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എംപി നാട്ടുകാർ തടഞ്ഞ് പ്രതിഷേധിച്ച ദിനം. 14-കാരിയെ പിതാവ് ലൈംഗികമായി പീഡിപ്പിച്ചതും ഇന്ന്. തൃശൂരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഡ്രൈവർക്ക് സസ്പെൻഷൻ. കുറ്റപത്രക്കെട്ടുകളിലെ കുറ്റപത്രത്താളുകൾ ഇങ്ങനെ പോകുന്നു. കുറ്റപത്രത്താളുകൾ മറിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലക്കാട് മനോരോഗിയായ പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. പീഡനത്തിനിരയായ ചെർപ്പളശ്ശേരി കുലുക്കല്ലൂർ സ്വദേശിയായ യുവതിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS പ്രവർത്തകനായ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. 38-കാരിയായ കുലുക്കല്ലൂർ സ്വദേശിനിയാണ് പീഡനത്തിനിരയായത്. 4 മാസം മുമ്പായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. ചെർപ്പളശ്ശേരി കുലുക്കല്ലൂർ പ്രദേശത്തെ സജീവ RSS പ്രവർത്തകനായ ശ്രീകുമാറാണ് മാനസിക രോഗിയായ യുവതിയെ പീഡിപ്പിച്ചത്. കൊല്ലുമെന്ന ഇയാളുടെ ഭീഷണി ഭയന്നാണ് മകൾ സംഭവം പുറത്തു പറയാതിരുന്നതെന്ന് അമ്മ പറഞ്ഞു. പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ കൊല്ലും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ചോദിക്കുമ്പോ ആളുകളോട് ചിലരോടൊക്കെ അവള് പറയുന്നുണ്ട് ഇങ്ങനെ ഉണ്ടായി. പട്ടാമ്പി പോലീസിൽ യുവതിയുടെ ബന്ധുക്കൾ പരാതി നൽകിയ ശേഷം പോലീസാണ് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ചികിത്സയിൽ കഴിയുന്ന യുവതിയെ MP രാജേഷ് MP, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസ്ഹാഖ് എന്നിവർ സന്ദർശിച്ചു. പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് MP രാജേഷ് പറഞ്ഞു. ഇപ്പോൾ പ്രതി RSSന്റെ സജീവ പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന് പോലീസ് കൂട്ടുനിൽക്കാൻ പാടില്ല. പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ നിലയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് നടപടികൾ സ്വീകരിക്കണം. പട്ടാമ്പി പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണത്തിന്റെ ചുമതല ഷൊർണൂർ DYSPക്കാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യവിൽപ്പന കുറഞ്ഞെന്ന് ബിവറേജസ് കോർപ്പറേഷന്റെ സത്യവാങ്മൂലം. മദ്യവിൽപ്പന 1% കുറഞ്ഞെന്നാണ് കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മദ്യവിൽപ്പന കൂടിയെന്നായിരുന്നു നേരത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ വാദം. കഴിഞ്ഞയാഴ്ച ബിവറേജസ് കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ നൽകിയ കണക്കിൽ മദ്യവിൽപ്പന വൻതോതിൽ വർദ്ധിച്ചു എന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. 2014 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസത്തെ കണക്കാണ് കോടതിയിൽ കോർപ്പറേഷൻ ഹാജരാക്കിയിരുന്നത്. 2013 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസത്തെ വിറ്റുവരവിനേക്കാൾ 2014 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസത്തെ കാലയളവിൽ 517 കോടി രൂപയുടെ അധിക വിൽപ്പന ഉണ്ടായി എന്നായിരുന്നു കണക്ക്. ബിയർ വിൽപ്പന ഇതേ കാലയളവിൽ ഇരട്ടിയായി എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ പുതിയ സത്യവാങ്മൂലത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ മലക്കം മറിഞ്ഞു. വിദേശ മദ്യ വിൽപ്പനയിൽ 1%, ബിയർ വിൽപ്പനയിൽ 6% കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2013 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 5 മാസം കൊണ്ട് 99.55 ലക്ഷം കേസ് മദ്യം വിറ്റപ്പോൾ ഈ വർഷം ഇതേ കാലയളവിൽ 98.43 ലക്ഷം കേസായി കുറഞ്ഞുവെന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത്. ബിയറിൻ്റെ വിൽപ്പനയാകട്ടെ 42.47 ലക്ഷം കേസ് വിറ്റെടുത്ത് 40.05 ലക്ഷം കേസായി കുറഞ്ഞുവെന്നും വ്യക്തമാക്കുന്നു. എന്നാൽ വിൽപ്പനയിൽ എത്ര ലക്ഷം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കണക്ക് വ്യക്തമാക്കിയിട്ടുമില്ല. 418 ബാറുകൾ പൂട്ടിയിട്ടും മദ്യവിൽപ്പന കൂടിയെന്ന സത്യവാങ്മൂലത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതോടെയാണ് ബിവറേജസ് കോർപ്പറേഷൻ പുതിയ കണക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വേലി തന്നെ വിളവ് തിന്നുന്ന വാർത്തയാണ് അടുത്തത്. സംരക്ഷണം തേടി വനിതാ കമ്മീഷനിലെത്തിയ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച CIക്കെതിരായ കേസ് ആഭ്യന്തര വകുപ്പ് അട്ടിമറിച്ചു. സംഭവം നടന്ന് 2 വർഷമായിട്ടും CI പ്രസാദിനെതിരെ കുറ്റപത്രം പോലും പോലീസ് സമർപ്പിച്ചിട്ടില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചയാൾക്കെതിരെ പരാതിയുമായി വനിതാ കമ്മീഷനിൽ എത്തിയ പാലോട് സ്വദേശിനിയെ CI അപമാനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. വനിതാ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു CI. യുവതിയെ നിരവധി തവണ ഫോൺ വിളിച്ചും വശീകരിക്കാൻ CI ശ്രമിച്ചിരുന്നു. സംഭവം വിവാദമായതോടെ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഓഡിയോ വീഡിയോ തെളിവുണ്ടായിട്ടും കേസ് ഇപ്പോഴും പാതിവഴിയിലാണ്. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം പോലും കോടതിയിൽ എത്തിയിട്ടില്ല. ഇതിനിടെ CI ജാമ്യം നേടി പുറത്തിറങ്ങി. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം. യുവതിയുടെ അച്ഛനെ പോലീസ് പലതവണ ഇതിനായി വിളിപ്പിച്ചു. സമ്മർദ്ദം കൂടിയതിനാൽ പെൺകുട്ടി ഇപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വീണ്ടും പരാതിയുമായി ആഭ്യന്തര വകുപ്പിലെ ഉന്നതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്കൂൾ വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിലടച്ച സംഭവത്തിൽ പോലീസിനെതിരെ ചൈൽഡ് ലൈൻ. പോലീസ് FIR വളച്ചൊടിച്ചെന്നാണ് ചൈൽഡ് ലൈൻ ഡയറക്ടർ ഫാദർ PD തോമസ് പറയുന്നത്. ഇതിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്നും ചൈൽഡ് ലൈൻ ഡയറക്ടർ പീപ്പിൾ ന്യൂസിനോട് വ്യക്തമാക്കി.
തിരുവനന്തപുരം ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ UKG വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിലടച്ച സംഭവത്തിൽ പോലീസ് തയ്യാറാക്കിയ FIR വളച്ചൊടിച്ചതാണെന്ന് ചൈൽഡ് ലൈൻ ഡയറക്ടർ ഫാദർ PD തോമസ് ആരോപിച്ചു. FIRൽ തിരുത്തൽ ആവശ്യപ്പെട്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കമ്മീഷണർക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മൊഴിയെടുത്തിട്ടില്ലെന്നും കുട്ടിയുടെ അമ്മയെ പരാതി വായിക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ലെന്നും കാണിച്ചാണ് കമ്മീഷണർക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരും നാട്ടുകാരും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാക്കിയെന്നും FIRൽ പറയുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ FIRൻ്റെ കോപ്പി എടുപ്പിച്ചപ്പോൾ അതിനകത്ത് കുറേ ഫാക്ട്സുകൾ വ്യത്യസ്തമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇതിനകത്ത് ചൈൽഡ് ലൈനും അതുപോലെ തന്നെ ചുറ്റും കൂടിയ ജനങ്ങളും ചേർന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇടപെട്ടതെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചൈൽഡ് ലൈനിൽ നിന്നുള്ള പ്രവർത്തകർ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ കൂടിയിരുന്നു. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. സിമി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത് അടുത്ത ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് അത് ഒപ്പിട്ട് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഭർത്താവിനോട് ഓൾറെഡി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒപ്പിട്ട് മേടിച്ചത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ അത് വായിച്ചു കിട്ടില്ല. പിന്നീട് അവരതിൻ്റെ കോപ്പി എടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു FIRലുള്ളതെന്നുള്ളതാണ്. അതേസമയം പരാതി ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ നസീർ ചാലിയം പറഞ്ഞു. സംഭവത്തിൽ വിശദമായി അന്വേഷണം നടക്കുമെന്നും ഇത് സംബന്ധിച്ച് പേരൂർക്കട CIയെ ചുമതലപ്പെടുത്തിയെന്നും കമ്മീഷണർ H. വെങ്കിടേഷ് വ്യക്തമാക്കി. FIR പറഞ്ഞാൽ അത് ഫസ്റ്റ് ഇൻഫർമേഷൻ മാത്രമാണ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽ ആയിട്ട് നടത്തേണ്ടതാണ്. അതിന്റെ ചുമതല CI പേരൂർക്കടക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ചൈൽഡ് കൗൺസിലേഴ്സ് പിന്നെ ലേഡി ഒഫീഷ്യൽസ് ഉൾപ്പെട്ട് അതിന്റെ അന്വേഷണം നടക്കും. മെറിൻ മേരി ചാക്കോ, തിരുവനന്തപുരം. KSRTC വയനാട് ജില്ലാ ഡിപ്പോയോട് ₹1 കോടി പാട്ടക്കുടിശ്ശിക ഒടുക്കാൻ റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. 1972 ജില്ലാ ഡിപ്പോയ്ക്കായി പാട്ടത്തിനെടുത്ത ഭൂമിയുടെ ഇപ്പോഴത്തെ ഭൂവിലയുടെ 10% നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭൂമിയുടെ പാട്ടകാലാവധിയും KSRTC പുതുക്കിയിട്ടില്ല. 1972 KSRTC വയനാട് ജില്ലാ ഡിപ്പോയ്ക്ക് വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ 10 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തത്. 25 വർഷങ്ങൾക്ക് ശേഷം 1997 പാട്ടകാലാവധി പുതുക്കേണ്ടതാണ്. എന്നാൽ KSRTC പാട്ടകാലാവധി പുതുക്കിയിട്ടില്ല, പാട്ടത്തുക നൽകിയുമില്ല. ഇതിനിടെ KSRTCയുടെ ഭൂമിയിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനു വേണ്ടിയും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനു വേണ്ടിയും റവന്യൂ വകുപ്പ് സ്ഥലം അനുവദിച്ചു. നിലവിൽ KSRTC ജില്ലാ ഡിപ്പോയുടെ കൈവശമുള്ളത് 6.5 ഏക്കറോളം സ്ഥലമാണ്. ജില്ലാ ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഭൂവില കണക്കാക്കി അതിന്റെ ലീസ് തുക കണക്കാക്കി അതിന്റെ 10% നൽകാനാണ് ഒടുവിൽ റവന്യൂ വകുപ്പ് KSRTC MDയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ₹1 കോടിയോളം വരും. സ്പെയർ പാർട്സ് വാങ്ങാൻ കാശില്ലാത്തതിനാൽ ജില്ലാ ഡിപ്പോയിൽ മുടങ്ങിക്കിടക്കുന്നത് 10ഓളം സർവീസുകളാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ആധുനിക നഗരമെന്ന പേര് നേടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും വീർപ്പ് മുട്ടുന്ന ചില ജീവിതങ്ങളുണ്ട് കൊച്ചിയിൽ. ഫോർട്ട് കൊച്ചി തുരുത്തിലെ കോളനി നിവാസികളാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അധികാരികളുടെ കരുണ തേടുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. കൊച്ചി കോർപ്പറേഷൻ 2ാം ഡിവിഷനിൽപ്പെട്ട ഫോർട്ട് കൊച്ചി തുരുത്തിയിലെ കോളനിയാണിത്. കൊച്ചി മുഖമിനുക്കി മെട്രോ നഗരമാകുമ്പോൾ മറുവശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ നട്ടം തിരിയുന്ന ഒരുപറ്റം ജീവിതങ്ങൾ ഇവിടെ കാണാം. 200-ലധികം കുടുംബങ്ങളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. കോളനിവാസികളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അവസ്ഥയാണിത്. ഈ പാലം ഈ ഗതിയിലായിട്ട് മാസങ്ങളായി. പ്രായം ചെന്നവർക്കൊക്കെ വല്ല അസുഖങ്ങളൊക്കെ വന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഓട്ടോക്ക് പോകണമെങ്കിൽ പിന്നെ അപ്പുറത്തെ ഭാഗത്ത് പോകണം. പാലം ഇങ്ങനെ വീണതിന് ശേഷം 20 മിനിറ്റോളം നടന്നിട്ട് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. കോളനിയോട് ചേർന്നൊഴുകുന്ന കനാലാകട്ടെ അറവ് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും ഉൾപ്പെടെ സകല മാലിന്യങ്ങളും വഹിച്ചാണ് ഒഴുകുന്നത്. ഈ കനാലിനുള്ളിലൂടെയാണ് കോളനിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ്. പാലം തകർന്നു വീണതോടെ പൈപ്പിനും പൊട്ടൽ വന്നതിനാൽ കനാലിലെ മലിനജലം കലർന്നാണ് ഇവിടെ കുടിവെള്ളം എത്തുന്നതും. ഇതുമൂലം കോളനിയിൽ പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ തോട്ടിലെ കളറ് എന്താ വെള്ളം, ആ വെള്ളമാണ് പൈപ്പിൽ കൂടി വരുന്നത്. അത് കറുപ്പായിരിക്കും, നീലയായിരിക്കും, വെള്ളയായിരിക്കും. അതിലൊക്കെ അണുക്കളാ. കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ് തോട്ടിക്കൂടി ഈ പൈപ്പിൽ കൂടി വരുന്നത്. അത് ചാമ്പുമ്പ് കൊണ്ടാണ് ഇവരൊക്കെ ചാമ്പി എടുക്കുന്നത്. ഇതൊക്കെ ഈ പരിസരത്തുള്ള ജനങ്ങൾ സഹിച്ച് മതിയായവർക്ക്. പലതവണ പറഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭൂമി ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ച് പൊതു താൽപര്യ ഹർജിക്കാരന്റെ വീടിന് മുമ്പിൽ കുടുംബങ്ങൾ സമരം ആരംഭിച്ചു. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ തൃക്കാക്കരയിലുള്ള 5 കുടുംബങ്ങളാണ് പൊതു താൽപര്യ ഹർജിക്കാരനായ ഗിരീഷ് ബാബുവിന്റെ വീടിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്.
ആലുവ എറണാകുളം ഭാഗത്തേക്ക് വെള്ളമെത്തിക്കാൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് സർക്കാർ വാങ്ങിയ പള്ളിലാങ്കരയിലെ പുറമ്പോക്കിൽ 30 വർഷത്തിൽ കൂടുതലായി താമസിക്കുന്ന കുടുംബങ്ങളാണിത്. ഭൂമി പതിച്ചു നൽകണമെന്ന വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യത്തിനൊടുവിൽ 1996 കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഹെഡ്കോയിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത 50 സെന്റ് സ്ഥലം 5 കുടുംബങ്ങൾക്ക് നൽകാൻ അടുത്തിടെയാണ് തീരുമാനിച്ചത്. ഇയാള് വിജിലൻസിന് വെച്ചേക്കണ്, ഞങ്ങൾ സർക്കാർ ഭൂമി ഞങ്ങൾക്ക് 5 കോടി രൂപയുടെ ഭൂമി ഞങ്ങൾക്ക് സർക്കാർ തരണമെന്ന്. ഒന്നില്ലെങ്കിൽ ഇവൻ ഇവിടെ വിളിച്ചിട്ട് ഇവൻ കൊടുത്തേക്കണ പരാതി പിൻവലിക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ ഇവന്റെ വീട്ടിൽ കയറി ഞങ്ങൾ താമസിക്കും. ഈ കുഞ്ഞുമക്കളെ കൊണ്ടോ ഈ തള്ളമാരെ കൊണ്ടൊക്കെ ഞങ്ങൾ എങ്ങടെ പോണ? കുടിയൊഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കയ്യേറ്റക്കാർക്ക് പതിച്ചു നൽകുന്നു എന്നാണ് ഗിരീഷ് ബാബു വിജിലൻസിൽ നൽകിയ പരാതി. മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധ ഫോർമാലിറ്റീസും അട്ടിമറിച്ചുകൊണ്ട് മന്ത്രിയുടെ ഇഷ്ടക്കാരെ ഈ മണ്ഡലത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി മന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഭൂമി ആ ഭൂമി കയ്യേറ്റക്കാർക്ക് കൊടുക്കുന്നതിലുള്ള ഒരു യുക്തിരാഹിത്യമാണ് നമ്മൾ കോടതിയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. കുടിയൊഴിപ്പിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾക്ക് ഭൂമി നൽകാതെ 5 കുടുംബങ്ങൾക്ക് മാത്രം ഭൂമി നൽകാനുള്ള തീരുമാനത്തിനു പിന്നിൽ അഴിമതിയുണ്ടെന്ന് ഗിരീഷ് ബാബു ആരോപിക്കുന്നു. കളമശ്ശേരി MLA ഇബ്രാഹിം കുഞ്ഞ്, എറണാകുളം മുൻ ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീദ്, കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ 12 പേർക്കെതിരെയാണ് വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഡ്രൈവർക്ക് സസ്പെൻഷൻ. പോലീസ് ഡ്രൈവർ ഹരിദാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ പേരാമംഗലം CAയോട് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡ്യൂട്ടിയിൽ ഇല്ലാത്തതിനാൽ സംഭവം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നതെന്ന് കമ്മീഷണർ ജേക്കബ് ജോബ പറഞ്ഞു. അതേസമയം പ്രാഥമിക റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായി പറയുന്നില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണത്തിൽ മർദ്ദിച്ചതിന് പൂർണ്ണമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ദേഹത്തെ പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മർദ്ദനത്തിൽ പരിക്കേറ്റ നിഖിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കുറ്റക്കാരനെ സംരക്ഷിക്കാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചതെന്നും ആരോപണമുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥിയെ CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ സന്ദർശിച്ചു. മനുഷ്യ മനസാക്ഷിയെ നടുക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ നല്ലപോലെ ഈ സംഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറ്റവാളിയായ പോലീസിനെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കൂടി പഴുതുകൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ CMS സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിഖിലിനെ ബുധനാഴ്ചയാണ് മണലാറകാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ഹരിദാസ് മർദ്ദിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മൂന്നാർ ഉടുമലൈപ്പേട്ട റോഡിൽ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ വരയാടുകളെ കാണാൻ രാജമലയിലെത്തിയ ഒട്ടേറെ വിനോദസഞ്ചാരികൾ വഴിയിൽ കുടുങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഗതാഗത തടസ്സം നീക്കാൻ അധികാരികൾ തയ്യാറാകാതിരുന്നത് പ്രതിഷേധത്തിനും ഇടയാക്കി. മറയൂർ റോഡിൽ രാജമലയ്ക്ക് സമീപമാണ് വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വഴിയിൽ കുടുങ്ങി. ഒരുപാട് ഉടുമലപ്പെട്ട ദേശീയ പാതയാണിത്. ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാവരും ഈ രാജമലയ്ക്ക് വന്നു പോകുന്നത് ഇത് മെയിൻ റോഡായതിനാൽ ഇപ്പോൾ ഇതുവരെ ഇത് മാറ്റാനുള്ള നടപടി ഇതുവരെ ആരും എടുത്തിട്ടില്ല. രാജമലയിൽ വരയാടുകളെ കാണാനെത്തിയ സന്ദർശകരും വലഞ്ഞു. ഇതിനെ തുടർന്ന് പലരും രാജമല സന്ദർശിക്കാതെ മടങ്ങി. എന്നാൽ അവിടെ മൂന്നാറിലെ ഇൻഫർമേഷൻ കൗണ്ടറിൽ അവരത് പറഞ്ഞിട്ടില്ല. അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റാതെ തിരിച്ചു പോകാനേ നിവർത്തിയുള്ളൂ. ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടതോടെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. അധികൃതരെ ഇതിന് ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. ഇതിന് ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിന് മേളിലാണ് ഇവിടെ കിടന്നത്. യഥാസമയം കല്ല് നീക്കം ചെയ്യാൻ PWD ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. എന്നാൽ മണ്ണുമാന്തി യന്ത്രം ലഭിക്കാതിരുന്നതാണ് പാറക്കല്ല് നീക്കം ചെയ്യുന്നത് വൈകാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിക്കോടിന്റെ വികസന മുരടിപ്പിനെതിരെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷം UDF സർക്കാർ വികസന പദ്ധതികളിൽ നിന്ന് കോഴിക്കോടിനെ തഴഞ്ഞെന്നാണ് കൺവെൻഷനിൽ ആക്ഷേപമുയർന്നത്. മോണോറെയിൽ, നഗരപാത വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ കോഴിക്കോട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾ ഏറെയാണ്. LDF സർക്കാർ തുടങ്ങിവെച്ച ഒരു വികസന പദ്ധതിയുടെയും തുടർച്ച UDF സർക്കാർ ഏറ്റെടുത്തില്ലെന്ന് വികസന മുരടിപ്പിനെതിരെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിച്ച ബഹുജന കൺവെൻഷനിൽ ആക്ഷേപമുയർന്നു. മോണോറെയിൽ പദ്ധതി തുടങ്ങിയതും അവസാനിപ്പിച്ചതും നഗരത്തിലെ 3 MLA-മാരെയും അറിയിച്ചില്ലെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് എളമരം കരീം MLA പറഞ്ഞു. ഞങ്ങൾ 3 MLA-മാർ നഗരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചർച്ച ചെയ്തില്ല. എന്തൊരു രീതിയാണ്.
ഞങ്ങൾ പലതവണ അസംബ്ലിക്കുള്ളിൽ ആവശ്യപ്പെട്ടു, മന്ത്രിയോട് ആവശ്യപ്പെട്ടു, ഒരു മീറ്റിംഗ് വിളിക്കണം, എങ്ങനെയാണ് നിങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംസാരിക്കണം. ഈ കോർപ്പറേഷനകത്താണല്ലോ ഇത് നടപ്പാക്കുന്നത്. കോർപ്പറേഷനോട് സംസാരിച്ചില്ല, മേയറോട് സംസാരിച്ചില്ല, ഒരു മീറ്റിംഗ് പോലും വിളിച്ചില്ല. എ പ്രദീപ് കുമാർ MLA, എ അച്യുതൻ, അഹമ്മദ് കോയ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വകാര്യ ട്രാവൽ ഏജൻസികൾക്ക് വേണ്ടി എയർ ഇന്ത്യ. മലപ്പുറത്തെ ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് എയർ ഇന്ത്യ പൂട്ടുന്നു. ഡിസംബർ 31-നകം പൂട്ടാനാണ് നീക്കം നടത്തുന്നത്. സ്വകാര്യ ട്രാവൽ ഏജൻസികളെ സഹായിക്കാനാണ് ഈ നീക്കമെന്നും ആരോപണം ശക്തമാണ്. ദിനംപ്രതി 150 മുതൽ 200 വരെ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന എയർ ഇന്ത്യയുടെ ഓഫീസാണിത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അടച്ചുപൂട്ടുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്ന അൽഹിന്ദ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ട്രാവൽ ഏജൻസികളെ സഹായിക്കാനാണ് അടച്ചുപൂട്ടലെന്നാണ് ആക്ഷേപം. മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിന്റെ മകന് ബന്ധമുണ്ട് അൽഹിന്ദ് ട്രാവൽ ഏജൻസിയിൽ. പ്രവാസികളുടെ പ്രതിഷേധം ശക്തമായതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഓഫീസ് അടയ്ക്കുന്നതിനെതിരെ രംഗത്തെത്തി. ഒരു കാര്യമായൊരു കാരണമൊന്നും പുറത്ത് പറയാതെ അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ അടുത്ത ജനുവരി മുതൽ ഈ സേവനം മലപ്പുറത്തിന് നഷ്ടപ്പെടും എന്ന് പറയുന്നത് പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും എയർ ഇന്ത്യയുടെ ഓഫീസ് ഇവിടെ നിലനിർത്തണം. മലപ്പുറത്തോടൊപ്പം എയർ ഇന്ത്യയുടെ കണ്ണൂർ, തൃശൂർ, തിരുവല്ല ഓഫീസുകൾ കൂടി ഇല്ലാതാവും. മലപ്പുറത്ത് ഗൾഫുകാർ ഏറെയും ആശ്രയിക്കുന്നത് എയർ ഇന്ത്യയെയാണ്. വിമാനം മുടങ്ങിയാൽ പണം തിരികെ വാങ്ങുന്നതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും റദ്ദാക്കുന്നതും സംശയങ്ങൾ തീർക്കുന്നതും ഇവിടെയാണ്. 1992 പ്രവർത്തനം തുടങ്ങിയ ഈ ഓഫീസ് അടച്ചുപൂട്ടുന്നതോടെ സംസ്ഥാനത്തെ 1/5 പ്രവാസികളുള്ള മലപ്പുറത്തുകാർ ഇനി കോഴിക്കോടിനെ ആശ്രയിക്കേണ്ടി വരും. മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതിക്കെതിരെ വിമർശനവുമായി അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ പുതിയ റിപ്പോർട്ട്. ഭരണസമിതി അധ്യക്ഷനായ ജില്ലാ ജഡ്ജി KP ഇന്ദിര ചുമതല മറന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ജില്ലാ ജഡ്ജിയുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് തടസ്സമുണ്ടാക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഭരണസമിതിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ളത്. ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഭരണസമിതി അധ്യക്ഷയായ ജില്ലാ ജഡ്ജി KP ഇന്ദിര ചുമതല മറന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ജില്ലാ ജഡ്ജിയുടെ പ്രവർത്തനങ്ങൾ ഭക്തർക്ക് തടസ്സമുണ്ടാക്കുന്നു. കുടുംബാംഗങ്ങളോടും വൻ പോലീസ് സുരക്ഷയോടും കൂടി ക്ഷേത്രത്തിലെത്തുന്ന ജില്ലാ ജഡ്ജി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വന്തം താൽപ്പര്യങ്ങൾക്കാണ് ഭരണസമിതി അധ്യക്ഷ പ്രാധാന്യം നൽകുന്നത്. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഭരണസമിതി പരാജയമാണ്. ക്ഷേത്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഭരണസമിതി അധ്യക്ഷയെ മാറ്റണമെന്ന ആവശ്യം റിപ്പോർട്ടിലില്ല. നവംബർ 11-നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം കേസ് സുപ്രീം കോടതി ഇനി പരിഗണിക്കുന്നത്. ഇതിനു മുൻപായി ഗോപാൽ സുബ്രഹ്മണ്യം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ജഡ്ജി നിയമന വിവാദത്തെ തുടർന്ന് അമിക്കസ് ക്യൂറി സ്ഥാനത്ത് നിന്നും പിന്മാറിയ ഗോപാൽ സുബ്രഹ്മണ്യം സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വീണ്ടും ചുമതലയേറ്റത്. അതിനുശേഷം ക്ഷേത്ര സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്ഷേത്രത്തിലെ സ്വത്തുവകകളുടെ മൂല്യനിർണ്ണയം സംബന്ധിച്ച പുരോഗതി റിപ്പോർട്ട് CAG വിനോദ് റായും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും ഈ മാസം സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള ഗവർണറെ സ്വീകരിക്കാനെത്താത്ത സംഭവത്തിൽ കേരള ഗസ്റ്റ് ഹൗസ് റെസിഡന്റ് കമ്മീഷണറെ ഗവർണർ അതൃപ്തി അറിയിച്ചു. റെസിഡന്റ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ വിളിച്ചു വരുത്തിയാണ് ഗവർണർ P. സദാശിവം അതൃപ്തി അറിയിച്ചത്. കേരള ഗവർണറായതിനു ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസമായിരുന്നു P. സദാശിവം ദില്ലിയിലെത്തിയത്. ഗവർണറായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ദില്ലിയിലെത്തുന്ന ഗവർണറെ സ്വീകരിക്കാൻ റെസിഡന്റ് കമ്മീഷണറോ അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണറോ വിമാനത്താവളത്തിലെത്തണം. എന്നാൽ ഗവർണറെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ആരും എത്തിയിരുന്നില്ല. ഇതിൽ ക്ഷുഭിതനായ ഗവർണർ കടുത്ത അതൃപ്തി അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗവർണറെ സ്വീകരിക്കാൻ റെസിഡന്റ് കമ്മീഷണർ ഗാനേഷ് കുമാർ എത്താത്തത് വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തു. ഇതിന് തുടർച്ചയായി ഇന്ന് രാവിലെയാണ് ഗവർണർ റെസിഡന്റ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചത്. 1 മണിക്കൂറിലധികം നേരം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. പ്രോട്ടോകോൾ ലംഘനത്തിൽ ഗവർണർ ഗാനേഷ് കുമാറിനോട് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം താൻ അവധിയിലായിരുന്നതിനാലാണ് വിമാനത്താവളത്തിൽ എത്താതിരുന്നതെന്നാണ് ഗാനേഷ് കുമാർ നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണത്തിൽ ഗവർണർ P. സദാശിവം പൂർണ്ണ തൃപ്തനല്ല എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. റോഡ് വികസനം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് റവന്യൂ വകുപ്പുകൾക്കെതിരെ ഭരണകക്ഷി MLA-മാരുടെ പ്രതിഷേധം. തൃശൂർ വാടാനപ്പള്ളി റോഡ് വികസനം ആവശ്യപ്പെട്ട MLA-മാരായ TN പ്രതാപൻ, E. മാധവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാർ റോഡ് വികസനത്തിനായി തുക അനുവദിച്ചതായിരുന്നു. 18 കിലോമീറ്റർ നീളമുള്ള തൃശൂർ വാടാനപ്പള്ളി റോഡ് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ്.
8 മീറ്റർ വീതിയുള്ള റോഡ് 18 മീറ്റർ ആക്കാനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി 26 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ മാറിയതോടെ പദ്ധതിയും മുടങ്ങി. സർവേ ജോലികൾ പൂർത്തിയാക്കിയെന്ന് വ്യക്തമാക്കി പൊതുമരാമത്ത് വകുപ്പ് കൈകഴുകിയപ്പോൾ ഒരു തുടർ നടപടിയും സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ് റോഡ് വികസനം ചുവപ്പുനാടയിൽ കുരുക്കി. സ്ഥലം MLAയും DCC പ്രസിഡന്റ് ചുമതലയുമുള്ള P. മാധവൻ. സർവേ പൂർത്തീകരിച്ച് ഏകദേശം 1.5 വർഷമായി. ഇനി റവന്യൂ നടപടികൾ ഉണ്ടാകണം. ആ സ്ഥലം അളക്കണം, അതിനുള്ള കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യണം, അത് കൊടുത്ത് സ്ഥലം പൊസഷനിലെടുക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം പൊളിച്ചു മാറ്റി റോഡാക്കി മാറ്റണം. ആ പ്രവർത്തനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കണം എന്നുള്ള ഒരു സമ്മർദ്ദമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയോടും മറ്റും നിരവധി തവണ കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഫലമില്ലാതെ വന്നപ്പോഴാണ് ഭരണകക്ഷി MLAമാർ തന്നെ നിരാഹാരത്തിനിറങ്ങിയത്. CN ജയദേവൻ MP സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അനാസ്ഥയ്ക്കെതിരെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രതിഷേധമുയർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കനത്ത ചുഴലിക്കൊടുങ്കാറ്റ്. കാറ്റിൽ 40ഓളം വീടുകൾ തകർന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് കാറ്റ് വീശിയത്. പുലർച്ചെ 2 മണിയോടെയാണ് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ 14, 15, 16 വാർഡുകളിൽ ശക്തമായ ചുഴലിക്കാറ്റാഞ്ഞു വീശിയത്. ഇടിമിന്നലോടുകൂടിയായിരുന്നു കാറ്റ് വീശിയത്. 10 മിനിറ്റ് നേരം നീണ്ടുനിന്ന ചുഴലിക്കാറ്റിൽ 40 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. 60 വീടുകൾ ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ ഭയങ്കരമായ ഭീമമായ ശബ്ദത്തോടു കൂടി ചുഴലിക്കാറ്റ് വരികയും വീടുകളുടെ മണ്ടയ്ക്ക് ഈ മരങ്ങൾ മൊത്തം വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് എല്ലാവരും ഞെട്ടി ഉണർന്ന് ഭയങ്കര നിലവിളിയോടുകൂടി ലൈൻ കട്ട് എന്തായിപ്പോവും, വയറിങ് എല്ലാം പൊട്ടിപ്പോവും. കുഞ്ഞുങ്ങളെ കൊണ്ട് വെളിക്കോട്ടിറങ്ങാൻ വയ്യാത്ത സാഹചര്യമായിപ്പോൾ. മിന്നലും കാറ്റും, അതിശക്തമായ മിന്നലും, വെളിക്കോട്ട് നോക്കാൻ വയ്യ, തീപ്പൊരി പോലെ പറക്കുക. ഈ കാറ്റുകളെല്ലാം ഭയപ്പെട്ടു പോയി. ചുഴലിക്കാറ്റ് വീശിയതിനെ തുടർന്ന് തീരദേശ മേഖലയിലെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. ജില്ലാ ഭരണാധികാരികൾ സംഭവസ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.